ഹലോ സ്റ്റുഡൻസ്, അപ്പോൾ നമ്മൾ കൺട്രോൾ ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് പഠിച്ചുകൊണ്ടിരുന്നത്. അതിൽ ഇഫ് എൽസ് എന്നീ സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മൾ പഠിച്ചു. നെസ്റ്റഡ് ഇഫ് എൽസും പിന്നെ ഇഫ് എൽസ് ലാഡർ തുടങ്ങിയ പോർഷൻസ് എല്ലാം നമ്മൾ പഠിച്ചു. 1-2 പ്രോഗ്രാംസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റിനെ പറ്റിയാണ് പഠിക്കുന്നത്. ഈ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റും ഇഫ് എൽസ് പോലെ സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ കണ്ടീഷൻ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ അകത്ത് വരുന്ന ടൈപ്പ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റാണ് ഈ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ബേസിക്കലി യൂസ് ചെയ്യുന്നത് മൾട്ടിപ്പിൾ ഔട്ട്പുട്ട്സ് വരേണ്ട സമയത്താണ്. ഈ മൾട്ടിപ്പിൾ ഔട്ട്പുട്ട്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പം കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഇഫ് എൽസ് ഇഫ് എന്ന സ്റ്റേറ്റ്മെൻറ്റൊക്കെ ഉപയോഗിച്ചാണ് നമ്മൾ പ്രോഗ്രാം എഴുതിയത്. അപ്പോൾ ഈ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇഫ് അതിൻ്റെ അകത്തൊരു കണ്ടീഷൻ സ്പെസിഫൈ ചെയ്യും. ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ട്രൂ അല്ലെങ്കിൽ ഫാൾസ്. ഈ 2 ഔട്ട്പുട്ട് ബേസ് ചെയ്താണ് ഏത് സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യണം എന്ന് സെലക്ട് ചെയ്യുന്നത്. ഈ കണ്ടീഷൻ ഔട്ട്പുട്ട് ട്രൂ ആണ് എങ്കിൽ അതിൻ്റെ കൂടെയുള്ള സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നു. ഈ കണ്ടീഷൻ ഔട്ട്പുട്ട് ഫാൾസ് ആണെങ്കിൽ എൽസിൻ്റെ കൂടെയുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യുന്നു. ഇത് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഒന്നിൽ കൂടുതൽ സ്റ്റേറ്റ്മെൻറ്റ്സോ കാണും. അപ്പം ബേസിക്കലി ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ച് നമുക്ക് 2 ഔട്ട്പുട്ട് ബേസ് ചെയ്ത് നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യാൻ ഒക്കത്തുള്ളൂ. ഒന്നിൽ കണ്ടീഷൻ ഔട്ട്പുട്ട് ട്രൂ ആണെങ്കിൽ ഒരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യും. കണ്ടീഷൻ ഔട്ട്പുട്ട് ഫാൾസ് ആണെങ്കിൽ മറ്റൊരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് എൽസിൻ്റെ കൂടെയുള്ള മറ്റൊരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ 2 ഔട്ട്പുട്ട് മാത്രമേ ഈ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയാം. അതല്ല എങ്കിൽ ഇഫ് എൽസ് ഇഫ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ലാഡർ പോലെയൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് മൾട്ടിപ്പിൾ ഔട്ട്പുട്ട്സ് വെച്ചിട്ടുള്ള അത് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിൻ്റെ കാര്യം കുറച്ചുകൂടെ സിമ്പിളായിട്ട് നമുക്ക് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കാം. അപ്പോൾ ഈ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ, മൾട്ടിപ്പിൾ ഔട്ട്പുട്ട്സ് ഇവിടെ ഇപ്പോൾ 2 ആണ് എങ്കിൽ അതിൽ കൂടുതൽ ഔട്ട്പുട്ട്, ഒരു ലിമിറ്റൊന്നും പറയാൻ അധികം ഇതൊന്നും പറയുന്നില്ല. അതായത് മൾട്ടിപ്പിൾ സ്റ്റേറ്റ്മെൻറ്റ്സ്, 2-ലധികം ഔട്ട്പുട്ട്സ് നമുക്ക് ബേസ് ചെയ്ത് സ്റ്റേറ്റ്മെൻറ്റ്സ് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കും. അതാണ് ഈ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സാമ്പിൾ ഇതാണ്, സിൻറ്റാക്സ് ആണ് ഇവിടെ ഈ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത് പറഞ്ഞാൽ, ആദ്യം സ്വിച്ച് എന്ന് എഴുതും. ഈ ഇഫിന് പകരം നമ്മൾ സ്വിച്ച് എന്ന് എഴുതുന്നു. എന്നിട്ട് ബ്രാക്കറ്റിൻ്റെ അകത്തൊരു എക്സ്പ്രഷൻ നമ്മൾ മെൻഷൻ ചെയ്യുന്നു. ഈ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ എന്തെങ്കിലും ഇക്വേഷൻ ആയിരിക്കാം. അതായത് ഇവിടെ x+1 x+5 അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു മാത്തമാറ്റിക്കൽ ഇക്വേഷൻ ആയിരിക്കാം നമുക്ക് ഈ ബ്രാക്കറ്റിൻ്റെ അകത്ത് മെൻഷൻ ചെയ്യുന്നത്. അതല്ല എങ്കിൽ എന്തെങ്കിലും വേരിയബിൾ നമുക്ക് മെൻഷൻ ചെയ്യാം. x എന്നോ y എന്നോ a എന്നോ സം എന്നോ അങ്ങനെ എന്തെങ്കിലും n എന്നോ അങ്ങനെ പറയുന്ന എന്തെങ്കിലും വേരിയബിളും നമുക്ക് ഇതിൻ്റെ അകത്ത് റെപ്രസെൻറ്റ് ചെയ്യാം. ഇതിൻ്റെ പ്രത്യേകത എന്തെന്ന് പറയുന്നത്, ഇത് എക്സിക്യൂട്ട് ചെയ്താൽ ഇക്വേഷനാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നതെങ്കിൽ അത് എക്സിക്യൂട്ട് ചെയ്ത് കിട്ടുന്ന റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഒരു ന്യൂമറിക്കൽ വാല്യൂ ആയിരിക്കണം. ന്യൂമറിക്കൽ വാല്യൂ എന്ന് പറഞ്ഞാൽ ഒരു ഇൻറ്റീജർ ഡാറ്റ ടൈപ്പിലുള്ള ന്യൂമറിക്കൽ വാല്യൂ ആയിരിക്കണം. ഒന്നുകിൽ ഇക്വേഷനാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നതെങ്കിൽ അത് സോൾവ് ചെയ്ത് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ന്യൂമറിക്കൽ ഇൻറ്റീജർ വാല്യൂ ആയിരിക്കണം. അല്ലെങ്കിൽ അത് അതിൻ്റെ അകത്ത് റെപ്രസെൻറ്റ് ചെയ്യുന്ന വേരിയബിൾ എന്ന് പറയുന്നത് ഒരു ഇൻറ്റീജർ ഡാറ്റ ടൈപ്പിലുള്ള വേരിയബിൾ ആയിരിക്കണം. അപ്പോൾ ആ വേരിയബിൾ അല്ലെങ്കിൽ ആ ഇക്വേഷൻ സോൾവ് ചെയ്ത് കിട്ടുന്ന ആൻസർ എന്താണോ അതിനെ ബേസ് ചെയ്താണ് ഏത് സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യണം എന്ന് ഡിസൈഡ് ചെയ്യുന്നത്. സപ്പോസ് ഇതിപ്പം ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് ഇതിൻ്റെ അകത്തൊരു ഇക്വേഷനാണ് മെൻഷൻ ചെയ്യുന്നതെന്ന് കരുതുക. ആ ഇക്വേഷൻ എക്സിക്യൂട്ട് ചെയ്ത് നമുക്ക് ആൻസർ കിട്ടുന്നു. അപ്പോൾ ആ ആൻസർ നമുക്ക് മുൻകൂട്ടി അറിയാമായിരിക്കണം. അപ്പം അങ്ങനെ മുൻകൂട്ടി അറിയാമായിരിക്കുന്ന സിറ്റുവേഷനിൽ മാത്രമേ നമുക്ക് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കാനൊക്കത്തുള്ളൂ. അപ്പോൾ ഇതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്യുന്ന ഇക്വേഷൻ അല്ലെങ്കിൽ വേരിയബിൾ, അപ്പോൾ അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത്, അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് നമുക്ക് മുൻകൂട്ടി അറിഞ്ഞിരിക്കണം. അപ്പോൾ നമ്മൾ എന്തെങ്കിലും വേരിയബിളാണ് നമ്മൾ അതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്യുന്നതെങ്കിൽ ആ വേരിയബിളിന് എന്തൊക്കെ വാല്യൂസ് ഉണ്ടാവാം എന്ന് നമ്മൾ മുൻകൂട്ടി അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ ഒരു ഇക്വേഷനാണ് നമ്മൾ അതിൻ്റെ റെപ്രസെൻറ്റ് ചെയ്യുന്നതെങ്കിൽ ആ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ എന്തൊക്കെയാണെന്ന് നമുക്ക് കൃത്യമായിട്ട് നേരത്തെ തന്നെ അറിഞ്ഞിരിക്കണം. സപ്പോസ് ഇപ്പം ഈ ഒരു ഇക്വേഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആ വേരിയബിളിൻ്റെ വാല്യൂസ് എന്ന് പറയുന്ന 1 2 3 4 5 എന്ന വാല്യൂസാണ് നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത് നമുക്ക് കരുതുക. നമുക്ക് ആൾറെഡി അറിയാം അതിൻ്റെ എന്തൊക്കെ ഔട്ട്പുട്ട് നമുക്ക് കിട്ടുമെന്ന് നമുക്ക് ആൾറെഡി അറിയാമായിരിക്കും. 1 2 3 4 5 എന്ന ആൻസേഴ്സാണ് നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നതെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഇവിടെ കേസ് എന്ന് എഴുതിയിട്ടുണ്ടല്ലോ, കേസ് എന്ന് നമ്മുടെ എഴുതിയിട്ടുണ്ട്. ഈ കേസ് വാല്യൂ 1, ഇവിടെ കേസ് വാല്യൂ 2, കേസ് വാല്യൂ n എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഈ വാല്യൂ 1ൻ്റെ സ്ഥാനത്ത് എന്ത് ആൻസറാണോ നമുക്ക് കിട്ടുന്നത് ആ ആൻസർ നമുക്കിവിടെ മെൻഷൻ ചെയ്യാം. ഇപ്പോൾ 1 2 3 4 എന്ന ആൻസറാണ് നമുക്ക് കിട്ടുന്നത് എങ്കിൽ, ഈ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 1 2 3 4 എന്നാണ് എങ്കിൽ, അല്ലെങ്കിൽ എക്സ് എന്ന് പറയുന്ന വേരിയബിളിൽ ഈ 1 2 3 4 എന്ന ഡാറ്റയാണ് അതിൽ വരുന്നതെങ്കിൽ ആ വാല്യൂ നമുക്ക് ഓരോ കേസിൻ്റെ കൂടെ നമുക്ക് എഴുതാൻ വെക്കും. കേസ് 1 എന്ന്, അല്ലെങ്കിൽ കേസ് 2 എന്ന്, അല്ലെങ്കിൽ കേസ് 3, കേസ് 4, അങ്ങനെ നമുക്ക് എന്താണോ അതിൻ്റെ വാല്യൂ എന്താണോ അത് നമുക്കിവിടെ മെൻഷൻ ചെയ്യാൻ വെക്കും. സപ്പോസ് ഇപ്പോൾ ഈ ഇക്വേഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസേഴ്സ് എന്ന് പറഞ്ഞാൽ 100, 200, 300, 400 അങ്ങനത്തെ വാല്യൂസാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ ഇവിടെ കേസ് 100, കേസ് 200, കേസ് 300 അങ്ങനെയൊക്കെ നമുക്ക് മെൻഷൻ ചെയ്യാം. അതായത് ഇവിടെ ഈ ബ്രാക്കറ്റിൻ്റെ അകത്ത് മെൻഷൻ ചെയ്യുന്ന വേരിയബിൾ അല്ലെങ്കിൽ എക്സ്പ്രഷൻ അത് സോൾവ് ചെയ്യുമ്പം കിട്ടുന്ന ആൻസർ എന്താണോ അത് നമുക്ക് മുൻകൂട്ടി അറിയാമായിരിക്കും.
അപ്പോൾ ആ കിട്ടുന്ന ആൻസറാണ് നമ്മളിവിടെ ഓരോ കേസ് എന്ന് പറഞ്ഞുകൊണ്ട് മെൻഷൻ ചെയ്തിട്ട് കേസ് 1 എന്നോ കേസ് 2 എന്നോ അല്ലെങ്കിൽ കേസ് 100 കേസ് 200 അല്ലെങ്കിൽ ഇപ്പോൾ 5, 10, 12, 30 ഇങ്ങനത്തെ വാല്യൂസാണ് നമുക്ക് ആൻസേഴ്സാണ് കിട്ടുന്നതെങ്കിൽ കേസ് 5, കേസ് 10, കേസ് 12, കേസ് 30 അങ്ങനെയൊക്കെ നമുക്ക് മെൻഷൻ ചെയ്യാം. അപ്പോൾ അതാണ് നമ്മളിവിടെ എന്താണോ ഇതിൽ നിന്ന് വരുന്ന ആൻസർ, ആ ആൻസർ ആയിരിക്കും നമുക്കിവിടെ മെൻഷൻ ചെയ്യാൻ പറ്റുന്നത്. എന്നിട്ട് ഓരോ ഇതിൽ കിട്ടുന്ന ആൻസർ എന്താണോ ആ പർട്ടിക്കുലർ ആൻസർ വരുന്ന കേസിൻ്റെ അകത്ത് വരുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിരിക്കും അത് എക്സിക്യൂട്ട് ചെയ്യുന്നത്. സപ്പോസ് ഇതിപ്പോൾ കേസ് 1, കേസ് 2, കേസ് 3 ആണെന്ന് കരുതുക. അപ്പോൾ ഈ വേരിയബിളാണ് നമ്മളിവിടെ മെൻഷൻ ചെയ്യുന്നത്, ഇക്വേഷൻ അല്ല, ജസ്റ്റ് വേരിയബിളാണ് ഇതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്തിരിക്കുന്നത് എന്ന് കരുതുക. അപ്പോൾ ഈ വേരിയബിളിൻ്റെ വാല്യൂ ഇപ്പോൾ 2 എന്നാണ് വരുന്നതെങ്കിൽ കേസ് 2 എന്ന് പറഞ്ഞ ഈ ഒരു കേസ് ആയിരിക്കും സെലക്ട് ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് വരുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിരിക്കും അത് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഇപ്പോൾ കേസ് 3 എന്നാണ് വാല്യൂ വരുന്നതെങ്കിൽ ഈ കേസ് 3 എന്ന് പറയുന്ന അതിൻ്റെ അകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് കേസ് 1ൻ്റെ കേസ് 2ൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യത്തില്ല. ഇപ്പം ഇതിൻ്റെ വാല്യൂസ് കേസ് 100, കേസ് 200, കേസ് 300 ആണെന്ന് കരുതുക. ഈ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ 200 ആണ് കിട്ടുന്നതെങ്കിൽ കേസ് 200ൻ്റെ അകത്ത് വരുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിരിക്കും നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നത്. അങ്ങനെ സെലക്ട് ചെയ്ത് എന്താണോ ഔട്ട്പുട്ട് കിട്ടുന്നത്, അങ്ങനത്തെ എന്ത് ഇൻറ്റീജർ വാല്യൂ ആണോ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്, ആ ഔട്ട്പുട്ട് ബേസ് ചെയ്തിട്ടുള്ള കേസ് സെലക്ട് ചെയ്ത് അതിൻ്റെ അകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാം. ഞാനിവിടെ ഓരോ കേസിൻ്റെ കൂടെ ഓരോ സ്റ്റേറ്റ്മെൻറ്റ് വീതേ വെച്ചിട്ടുള്ളൂ. ഇവിടെ സ്റ്റേറ്റ്മെൻറ്റ് ബ്രേക്ക്, ഈ രണ്ടാമത്തെ കേസിനാണെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, അടുത്ത കേസിനാണെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വെച്ചിട്ടുള്ളൂ. ഒന്നിൽ കൂടുതൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടെങ്കിലോ ഇങ്ങനെ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ നമുക്കിവിടെ ബ്രാക്കറ്റിൻ്റെ അകത്ത് വെച്ചും മെൻഷൻ ചെയ്യാൻ സാധിക്കും. അങ്ങനെ കേളി ബ്രാക്കറ്റ് ഇട്ട് ഒരുപാട് സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ ഇങ്ങനെ മെൻഷൻ ചെയ്യാൻ പറ്റും. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കൂടെ എല്ലാ കേസിൻ്റെ അകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റിൻ്റെയും അവസാനത്തെ സ്റ്റേറ്റ്മെൻറ്റായിട്ട് ബ്രേക്ക് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഈ ആദ്യത്തെ കേസിൻ്റെ അകത്ത് സ്റ്റേറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് ബ്രേക്ക് കൊടുത്തിട്ടുണ്ട്, രണ്ടാമത്തെ കേസിലും സ്റ്റേറ്റ്മെൻറ്റ് കഴിഞ്ഞ് ബ്രേക്ക് കൊടുത്തിട്ടുണ്ട്, മൂന്നാമത്തെ കേസിലും സ്റ്റേറ്റ്മെൻറ്റ് കഴിഞ്ഞ് ബ്രേക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഞാനിവിടെ സാമ്പിളായിട്ട് കാണിച്ചതിലും ഇത്രയും സ്റ്റേറ്റ്മെൻറ്റ്സ് കഴിഞ്ഞിട്ടും ബ്രേക്ക് എന്ന സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അത് നിർബന്ധമായും കൊടുക്കണം എന്നാണ് പറയുന്നത്. 100% സിറ്റുവേഷനിൽ നമ്മൾ ബ്രേക്ക് നമ്മൾ യൂസ് ചെയ്യത്തില്ല, ഉപയോഗിക്കത്തില്ല. പക്ഷേ മിക്കവാറും കേസിൽ സാധാരണ സ്വിച്ച് അതിൻ്റെ കൂടെ ഓരോ കേസിൻ്റെയും അവസാനത്തെ സ്റ്റേറ്റ്മെൻറ്റായിട്ട് ബ്രേക്ക് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് എല്ലാ കേസിൻ്റെ കൂടെയും വേണം. എന്തിനാണ് ഈ ബ്രേക്ക് എന്ന സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കുന്നതെന്ന് ഞാൻ പിന്നെ പറയാം. കാരണം ഈ ബ്രേക്ക് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് സെപ്പറേറ്റ് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ ബ്രേക്ക് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ ജമ്പ് സ്റ്റേറ്റ്മെൻറ്റ് അകത്ത് ബ്രേക്ക് വരുന്നുണ്ട്. ആ ബ്രേക്കാണ് നമ്മളിവിടെ എഴുതുന്നത്. അപ്പോൾ എന്തിനാണ് എഴുതുന്നത്, അതിൻ്റെ ഫംഗ്ഷൻ എന്താണ് എന്ന് നമുക്ക് പിന്നെ പറയാം. എന്തായിരുന്നാലും എല്ലാ കേസിൻ്റെയും കൂടി സ്റ്റേറ്റ്മെൻറ്റ്സ് മെൻഷൻ ചെയ്തിട്ട് അവസാനത്തെ സ്റ്റേറ്റ്മെൻറ്റായിട്ട് ബ്രേക്ക് എന്ന സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ഉണ്ടായിരിക്കണം. അപ്പോൾ ഇവിടെ കേസ് എന്ന് പറഞ്ഞുകൊണ്ട് കേസ് 1 എന്ന് പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ ഇതിപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റേ ഉള്ളൂ, മേ ബി 5-6 സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാവാം. എന്തായിരുന്നാലും അവസാന സ്റ്റേറ്റ്മെൻറ്റായിട്ട് ബ്രേക്ക് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് വേണം. അത് എല്ലാ കേസിൻ്റെ കൂടെയും വേണം. പിന്നെ ഇനി സപ്പോസ് ഇപ്പോൾ നമുക്ക് ഇതിപ്പോൾ 100, 200, 300, 400 അങ്ങനത്തെ വാല്യൂസാണ് നമ്മളിവിടെ എഴുതുമെന്ന് കരുതുക. കേസ് 100, കേസ് 200, കേസ് 300, കേസ് 400 അങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ട്. ഇനി ഈ നമ്മൾ മെൻഷൻ ചെയ്യുന്ന ആൻസർ ഇങ്ങനത്തെ വാല്യൂസ് അല്ലാതെ മറ്റെന്തെങ്കിലും വാല്യൂസ് വരികയാണെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഡീഫാൾട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കേസും കൂടെ കൊടുത്തിട്ടുള്ളത്. ഡീഫാൾട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ മെൻഷൻ ചെയ്യുന്ന റിസൾട്ട് അല്ലാതെ വേറെ എന്തെങ്കിലും വാല്യൂ ഇത് സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്നുവെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഡീഫാൾട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സംഭവം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഡീഫാൾട്ട് ഇങ്ങനെ നമ്മളിവിടെ മെൻഷൻ ചെയ്തിട്ടുള്ള വാല്യൂസ് അല്ല ഇതിൻ്റെ ഔട്ട്പുട്ടായിട്ട് വരുന്നതെങ്കിൽ ഡീഫാൾട്ട് എന്ന് പറയുന്ന കേസിൻ്റെ അകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഇവിടെ മാത്രം നമുക്ക് ബ്രേക്ക് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ബ്രേക്ക് ഇട്ടാലും കുഴപ്പമില്ല, ബ്രേക്ക് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ആഡ് ചെയ്താലും കുഴപ്പമില്ല, എന്നാലും ആ ബ്രേക്ക് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഒഴിവാക്കാം. അപ്പോൾ ഇതിൻ്റെ എക്സിക്യൂഷൻ്റെ രീതി എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്തുള്ള എന്തെങ്കിലും വേരിയബിളോ അല്ലെങ്കിൽ ഇക്വേഷനോ പ്രസൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ന്യൂമറിക്കൽ വാല്യൂ എന്താണോ ശ്രദ്ധിക്കുക. അതിൻ്റെ ന്യൂമറിക്കൽ വാല്യൂ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇൻറ്റീജർ വാല്യൂ ആയിരിക്കും. ഇൻറ്റീജർ വാല്യൂ ഔട്ട്പുട്ടായിട്ട് വരുന്ന വേരിയബിളോ അല്ലെങ്കിൽ ഇക്വേഷൻസോ മാത്രമേ നമുക്കിവിടെ മെൻഷൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇൻറ്റീജർ വാല്യൂ ഏതാണോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കേസിനകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് മാത്രമേ എക്സിക്യൂട്ട് ചെയ്യത്തുള്ളൂ. ഇപ്പോൾ ഇത് കേസ് 1, കേസ് 2, കേസ് 3 ആണെന്ന് കരുതുക. ഇതിൻ്റെ ആൻസർ 2 എന്നാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ കേസ് 2 എന്ന് പറയുന്ന അത് കേസിൽ വരുന്ന ആ കേസിൻ്റെ അകത്ത് വരുന്ന സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് ബാക്കി കേസിൻ്റെ അകത്ത് വരുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഒന്നും എക്സിക്യൂട്ട് ചെയ്യത്തില്ല. ഇവിടുത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യത്തില്ല, ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യത്തില്ല, ഡീഫാൾട്ടിൻ്റെ അകത്ത് വരുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഒന്നും എക്സിക്യൂട്ട് ചെയ്യത്തില്ല. ആ പർട്ടിക്കുലർ കേസിൻ്റെ അകത്ത് വരുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് മാത്രമേ എക്സിക്യൂട്ട് ചെയ്യത്തുള്ളൂ. ആ സ്റ്റേറ്റ്മെൻറ്റും പിന്നെ ബ്രേക്ക് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റും കൂടെ എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം അത് പുറത്തിറങ്ങി ബാക്കിയുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിരിക്കും അത് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പം 2 കൂടുതൽ ഈ ഇഫ് എന്ന സ്റ്റേറ്റ്മെൻറ്റാണ് ഉപയോഗിക്കുന്നതെങ്കിൽ 2 ഔട്ട്പുട്ട് മാത്രമേ വരുന്ന രീതിയിലായിരിക്കും നമ്മൾ പ്രോഗ്രാം എഴുതുന്നത്. അതേസമയം സ്വിച്ച് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണെങ്കിൽ നമുക്ക് ഒട്ടനവധി, അതായത് 2 അല്ല, മേ ബി 5, 10, 15 കേസ് വരുന്ന അത്രയും ഔട്ട്പുട്ട് ബേസ് ചെയ്ത് നമുക്ക് ഓരോ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് നമുക്ക് സെലക്ട് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതാണ് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പ്രത്യേകത. ഇത് നമ്മൾ വളരെ കോമൺ ആയിട്ട് വളരെ യൂസ്ഫുൾ ആയിട്ട് നമ്മൾ പ്രോഗ്രാം എഴുതുന്നതാണ്. പ്രോഗ്രാം എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് കാര്യമായിട്ട് മനസ്സിലാവും ഇത് എന്താണ് സംഭവം, എങ്ങനെയാണ് എഴുതുന്നതെന്നൊക്കെ. നമ്മളിപ്പോൾ വീഡിയോ 21 ഇങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്തായിരുന്നു.
എൻ എന്ന് പറയുന്നതിൻ്റെ വാല്യൂ ബേസ് ചെയ്ത് ഏത് ഇക്വേഷനാണ് സെലക്ട് ചെയ്ത് അത് വൈയുടെ വാല്യൂ എത്രയെന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്ന പ്രോഗ്രാം. അപ്പോൾ എന്നിൻ്റെ വാല്യൂ 1 എന്നാണ് എൻ്റർ ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ പ്രോഗ്രാം റൺ ചെയ്യുന്ന സമയത്ത് എക്സിൻ്റെയും എന്നിൻ്റെയും വാല്യൂ ചോദിക്കും. എന്നിൻ്റെ വാല്യൂ 1 എന്നാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ ഈ ഇക്വേഷൻ യൂസ് ചെയ്തായിരിക്കും വൈയുടെ വാല്യൂ കണ്ടെത്തുന്നത്. എന്നിൻ്റെ വാല്യൂ 2 എന്നാണ് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ ഈ ഇക്വേഷൻ യൂസ് ചെയ്തായിരിക്കും വൈയുടെ വാല്യൂ കണ്ടെത്തുന്നത്. അങ്ങനെ അപ്പോൾ എന്നിന് നമുക്കിവിടെ 1 എന്നും 2 എന്നും 3 എന്നും വാല്യൂ നമുക്ക് ആൾറെഡി അറിയാമായിരിക്കും. അതല്ല എങ്കിൽ അവസാനത്തെ കേസ് എന്ന് പറയുന്നത് എന്നിൻ്റെ വാല്യൂ >3 അല്ലെങ്കിൽ <1. അതായത് ഈ 1 2 3 അല്ലാതെ വേറെ ഏത് വാല്യൂ വന്നാലും എന്നിന് വേറെ ഏത് വാല്യൂ വന്നാലും യൂസ് ചെയ്യാനുള്ള ഇക്വേഷൻ ഇതാണ്. ഈ ഇക്വേഷൻ ഉപയോഗിച്ചായിരിക്കും വൈയുടെ വാല്യൂ കണ്ടെത്താനുള്ളത്. അപ്പം നമുക്കിവിടെ എന്നിൻ്റെ വാല്യൂ ഒക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഒന്നുകിൽ 1 2 3 ആയിരിക്കും, അല്ലെങ്കിൽ ഇതിലേതെങ്കിലും അല്ലാത്ത 1 2 3 അല്ലാത്ത വേറെ എന്തെങ്കിലും വാല്യൂ ആയിരിക്കും എന്നിൻ്റെ വരുന്നത്. അപ്പോൾ അത് ബേസ് ചെയ്താണ് ഈ ഏത് ഇക്വേഷൻ ആണെന്ന് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഇത് നമ്മൾ ആക്ച്വലി ഇഫ് എൽസ് എന്ന ആ ഒരു ഫോമാറ്റ്, ആ ഒരു സംഭവം ഉപയോഗിച്ചാണ് നമ്മൾ എഴുതിയത്. ആദ്യം ഇഫ്, പിന്നെ എൽസിഫ് എന്ന് പറഞ്ഞ് ആ ഒരു സംഭവം ഉപയോഗിച്ചാണ് നമ്മൾ എഴുതിയത്. ഇതേ പ്രോഗ്രാം തന്നെ നമുക്ക് ഇതിനെക്കാളും സിമ്പിളായിട്ട് നമുക്ക് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ച് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. ഇവിടെ ശ്രദ്ധിക്കുന്നത് ഇപ്പോൾ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് കത്ത് എങ്ങനെയാണെന്ന് എഴുതിയെന്ന് ആ ലോജിക്ക് പ്രോഗ്രാം കാണുമ്പോൾ തന്നെ ആ സംഭവം നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനിവിടെ ഇഫിന് പകരം നോർമലി സ്വിച്ച് എന്ന ഇതാണ് എഴുതിയത്. സ്വിച്ച് എന്ന് എഴുതി ബ്രാക്കറ്റിൻ്റെ അകത്ത് എൻ എന്ന് പറയുന്ന വേരിയബിൾ റെപ്രസെൻറ്റ് ചെയ്തു. അതായത് എന്നിൻ്റെ വാല്യൂ നമ്മളോട് ചോദിക്കും. എന്നിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ 1 ആയിരിക്കാം, അല്ലെങ്കിൽ 2 ആയിരിക്കാം, അല്ലെങ്കിൽ 3 ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വാല്യൂ ആയിരിക്കാം. അതായത് n എന്ന് പറയുന്ന വേരിയബിളിൽ സ്റ്റോർ ചെയ്യുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ 1 ആയിരിക്കാം, അല്ലെങ്കിൽ 2 ആയിരിക്കാം, അല്ലെങ്കിൽ 3 ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആയിരിക്കാം. അങ്ങനെയാണല്ലോ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. 1 2 3 അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നമ്പർ അങ്ങനെയാണ് തന്നിട്ടുള്ളത്. അപ്പോൾ n എന്നുള്ള വേരിയബിളാണ് നമ്മളിവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മളിവിടെ കേസ് ഓരോന്നായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നു. കേസ് 1, കേസ് 2, കേസ് 3 എന്നൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ കേസ് 1, കേസ് 2, കേസ് 3 എന്തൊക്കെയാണ്? ഇതിൻ്റെ വാല്യൂസാണ്, അതിൻ്റെ സാമ്പിൾ വാല്യൂസാണ് നമ്മളിവിടെ മെൻഷൻ ചെയ്യുന്നത്. കേസ് 1 എന്നും കേസ് 2 എന്നും കേസ് 3 എന്നും ഒക്കെ. അപ്പോൾ ഇതെല്ലാം ഇൻറ്റീജർ വാല്യൂസാണ്. അപ്പോൾ ഇത് n എന്ന് പറയുന്ന ഇൻറ്റീജർ ഡാറ്റ ടൈപ്പിൽ തന്നെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ശ്രദ്ധിക്കുക, ഇതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്ന വേരിയബിൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇൻറ്റീജർ ഡാറ്റ ടൈപ്പിലുള്ള വേരിയബിൾ തന്നെയായിരിക്കും. എന്നാൽ മാത്രമേ ഇത് കറക്റ്റ് അല്ലെങ്കിൽ എറർ കാണിക്കും. അപ്പോൾ എന്നിൻ്റെ വാല്യൂ സപ്പോസ് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്ത എന്നിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 1 ആണ് എങ്കിൽ ഈ കേസ് 1 എന്ന് പറയുന്ന അതിൻ്റെ അകത്ത് വരുന്ന സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും, അത് ഇനി ബ്രേക്ക് എന്ന സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. ഇത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ബാക്കിയുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഒന്നും എക്സിക്യൂട്ട് ചെയ്യാതെ അതിൻ്റെ പുറത്തിറങ്ങും. ഈ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് പുറത്തിറങ്ങി ഈ സ്റ്റേറ്റ്മെൻറ്റ് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. വൈയുടെ വാല്യൂ അത് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. സപ്പോസ് ഇപ്പം എൻ്റെ വാല്യൂ 3 ആണ് എങ്കിൽ ഈ എന്നിൻ്റെ വാല്യൂ 3 ആണ് എങ്കിൽ കേസ് 1ഉം കേസ് 2ഉം അത് എക്സിക്യൂട്ട് ചെയ്യാതെ കേസ് 3 എന്ന് പറയുന്ന ഇതിൻ്റെ അകത്തുള്ള സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും, ഈ 2 സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഈ സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ച് വൈയുടെ വാല്യൂ കണ്ടെത്തുന്നു, എന്ന ബ്രേക്ക് എന്ന സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്തിട്ട് പുറത്തിറങ്ങി ഈ പ്രിൻ്റ് എന്ന സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ച് വൈയുടെ വാല്യൂ ഡിസ്പ്ലേ ചെയ്യുന്നു. ഇപ്പോൾ എന്നിൻ്റെ വാല്യൂ 1ഉം 2ഉം 3ഉം ഒന്നും അല്ല, വേറെ എന്തെങ്കിലും വാല്യൂ ആണെന്ന് എഴുതുക. ഇപ്പോൾ എന്നിൻ്റെ വാല്യൂ 10 എന്നാണ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തതെങ്കിൽ അതോടെ ചെക്ക് ചെയ്യുമ്പോൾ കേസ് 1, കേസ് 2, കേസ് 3 ഇതൊന്നും അല്ല വാല്യൂ. എന്നിൻ്റെ വാല്യൂ 10 ആണെങ്കിൽ ഡിഫോൾട്ട് എന്ന വാല്യൂൻ്റെ എന്ന് പറയുന്ന കേസിൻ്റെ അകത്തുള്ള സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. കാരണം അതിൻ്റെ ആൻസർ നമ്മുടെ കേസിൻ്റെ കൂടെ മെൻഷൻ ചെയ്തിട്ടില്ല. എന്നിൻ്റെ വാല്യൂ 10 ആണ് വരുന്നതെങ്കിൽ കേസ് 1ഉം സെലക്ട് ചെയ്യാനൊക്കത്തില്ല, കേസ് 2ഉം സെലക്ട് ചെയ്യാനൊക്കത്തില്ല, കേസ് 3ഉം സെലക്ട് ചെയ്യാനൊക്കത്തില്ല. അപ്പം ഡിഫോൾട്ട് എന്ന് പറയുന്ന അതിൻ്റെ അകത്ത് വരുന്നതായിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ വാല്യൂ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നു. അപ്പോൾ ഇങ്ങനെ നമുക്ക് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ച് കുറച്ചുകൂടെ സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു പ്രോഗ്രാം എഴുതാനായിട്ട് സാധിക്കും. ഇത് എക്സാമിന് പ്രത്യേകം ചിലപ്പോൾ എടുത്ത് പറഞ്ഞിരിക്കും, യൂസിങ് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് എന്നൊക്കെ ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ എടുത്ത് പറഞ്ഞിരിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ച് എഴുതാം. എടുത്ത് പറഞ്ഞിട്ടില്ല എങ്കിലും നിങ്ങൾ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ച് എഴുതാം. അതല്ല ഇഫേഴ്സ് ഉപയോഗിച്ച് മാത്രം ചെയ്യുക എന്ന് എടുത്ത് പറഞ്ഞിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഫേഴ്സ് എന്ന സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ച് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അപ്പോൾ ഇതാണ് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. മൾട്ടിപ്പിൾ ഔട്ട്പുട്ട് ബേസ് ചെയ്ത്, അതായത് 2 കൂടുതൽ ഔട്ട്പുട്ട് ബേസ് ചെയ്ത് നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് സെലക്ട് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ഇതേ പ്രോഗ്രാം തന്നെ നമുക്ക് കുറച്ചും കൂടെ ചെറുതാക്കി എഴുതാൻ പറ്റും. സ്പേസ് സേവ് ചെയ്യുന്നതനുസരിച്ച് കുറച്ചും കൂടി ചെറുതാക്കി എഴുതാൻ പറ്റും. അതെങ്ങനെയാണ് നോക്കാം. നമ്മൾ സാധാരണ ഇങ്ങനെയാണ് എഴുതുന്നത്. ഈ സ്വിച്ച് എന്ന് എഴുതി ബ്രാക്കറ്റിൻ്റെ അകത്ത് എന്നെ റെപ്രസെൻറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ വാല്യൂസ് നമ്മൾ ഇവിടെ എഴുതണമല്ലോ. കേസ് 1 എന്ന് എഴുതി ആ സെയിം ലൈനിൽ തന്നെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുക, സ്വിച്ച് കഴിഞ്ഞിട്ട് ഇവിടെ ഈ കേർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നുണ്ട്. അത് ശ്രദ്ധിക്കുക, സിൻടാക്സിൻ്റെ കൂടെ ഉള്ളതാണ്. സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് എഴുതി കേർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടാണ് കേസ് 1 എന്ന് എഴുതി, അതായത് ഇതിൻ്റെ വാല്യൂ എന്താണോ അത് ഇവിടെ എഴുതിയിട്ട് കോളനാണ് ഇടേണ്ടത്. സെമി കോളൻ അല്ല, കോളനാണ് ഈ കേസ് 1 എന്നും പറഞ്ഞുകൊണ്ട് ഇട്ട് കൊടുക്കേണ്ടത്. ഇപ്പോൾ ഇവിടെ കേസ് 1 എന്ന് കൊടുത്തു. ഇവിടെ 1 എന്ന് വരാൻ കാരണം എന്നിന് 1, 2, 3 അങ്ങനത്തെ വാല്യൂസാണ് വരുന്നത്. അതുകൊണ്ടാണ് ഇവിടെ കേസ് 1, കേസ് 2, കേസ് 3 എന്നൊക്കെ എഴുതിക്കുന്നത്. ഇപ്പോൾ കേസ് 1 എന്ന് എഴുതി ഇവിടെ കോളൻ എഴുതി അതേ ലൈനിൽ തന്നെ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റും രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റും ഒക്കെ എഴുതാം. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റിനെ സെപ്പറേറ്റ് ചെയ്യുന്ന ഈ സെമി കോളൻ ഉപയോഗിച്ചാണ്. അപ്പോൾ ഒറ്റ ലൈനിൽ തന്നെ നമുക്ക് ഈ സ്റ്റേറ്റ്മെൻറ്റ് എഴുതാനൊക്കും. അതായത് നമ്മളിവിടെ 2 കോളമായിട്ട് എഴുതി ഇത്രയും സ്പേസ് എടുത്ത് എഴുതിയ പ്രോഗ്രാം നമുക്ക് ഇത്രയും ചെറുതാക്കി എഴുതാനൊക്കും.
കേസ് 2 എന്നും പറഞ്ഞ് ഇവിടെ കോളൻ ഇട്ടിട്ട് അതേ ലൈനിൽ തന്നെ അതിൻ്റെ അകത്ത് വരുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് 2 സ്റ്റേറ്റ്മെൻറ്റ്സ് അതേ ഓർഡറിൽ അങ്ങ് മെൻഷൻ ചെയ്യാം. കേസ് 3 എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് മെൻഷൻ ചെയ്യുന്നു, ഡിഫാൾട്ട് കേസ് എന്ന് പറഞ്ഞിട്ട് ആ സ്റ്റേറ്റ്മെൻറ്റ് അവിടെ മെൻഷൻ ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ നമുക്ക് വളരെ ചെറുതാക്കി നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ എക്സാമിന് നിങ്ങൾ ഇങ്ങനെയൊക്കെ എഴുതേണ്ടത്. ഇങ്ങനെ എഴുതിയാൽ കൂടുതൽ സ്പേസ് കൺസ്യൂം ചെയ്യും. അതുകൊണ്ട് ഇങ്ങനെ നിങ്ങൾക്ക് എഴുതാം. കേസ് 1 എന്ന് എഴുതി അതേ ലൈനിൽ തന്നെ അതിൻ്റെ അകത്ത് വരുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ ശ്രദ്ധിക്കുക, ഓരോ കേസിൻ്റെ കൂടെ അവസാനത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ബ്രേക്ക് എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് എഴുതുന്നുണ്ട്. അതിനൊരു പ്രത്യേക പർപ്പസ് ഉണ്ട് ഇങ്ങനെ ബ്രേക്ക് എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് എഴുതുന്നത്. അത് എന്താണ് പർപ്പസ് എന്ന് ബ്രേക്കിനെ പറ്റി പഠിക്കുമ്പോൾ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അങ്ങനെ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെ കേളി ബ്രാക്കറ്റൊക്കെ ഇട്ട് നമ്മൾ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് അകത്ത് വരുന്ന പോർഷൻസൊക്കെ എഴുതുന്നു. അപ്പം ഞാൻ പറഞ്ഞത് ഇവിടെ വരുന്ന ഇതിൻ്റെ അകത്ത് വരുന്ന ബ്രാക്കറ്റിൻ്റെ അകത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ നമുക്ക് വേരിയബിൾ റെപ്രസെൻറ്റ് ചെയ്യാം, അതല്ല എങ്കിൽ എന്തെങ്കിലും എക്സ്പ്രഷൻ, നമുക്ക് എന്തെങ്കിലും ഇക്വേഷനൊക്കെ നമുക്ക് അതിൻ്റെ അകത്ത് റെപ്രസെൻറ്റ് ചെയ്യാം. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് സോൾവ് ചെയ്യുമ്പം കിട്ടുന്ന ന്യൂമറിക്കൽ വാല്യൂ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇൻറ്റീജർ വാല്യൂ ആയിരിക്കണം. അതായത് ഈ എക്സും വൈയും അത് രണ്ടും ഇൻറ്റീജർ ഡാറ്റ ടൈപ്പിലുള്ള വേരിയബിൾ ആയിരിക്കണം. അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഡിജിറ്റ്സ് വാല്യൂസ് ഉപയോഗിക്കുന്നെങ്കിൽ അതും ഇൻറ്റീജർ വാല്യൂ തന്നെ ആയിരിക്കണം. എന്നാൽ മാത്രമേ പ്രോഗ്രാം റൺ ആകത്തുള്ളൂ. ഇവിടെ ഇപ്പോൾ നോക്കാം, ഞാനിവിടെ സ്വിച്ച് x+5 എന്ന് നമ്മൾ എഴുതിയിട്ടുണ്ട്. ഈ x+5 എന്ന് പറയുന്ന എക്സ്പ്രഷൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, പക്ഷേ ഇത് എറർ കാണിക്കും. റീസൺ എന്ന് പറഞ്ഞാൽ എക്സ് എന്ന് പറയുന്ന വേരിയബിൾ ഫ്ലോട്ട് ആയിപ്പോയി. ഇൻറ്റീജർ ഡാറ്റ ടൈപ്പിലുള്ള വേരിയബിൾസ് മാത്രമേ നമുക്ക് സ്വിച്ചിൻ്റെ അകത്ത് നമുക്ക് ഇവിടെ പ്രസൻറ്റ് ചെയ്യാനൊക്കത്തുള്ളൂ. ഇവിടെ ഇപ്പോൾ നോക്കുക, ഇവിടെ x+5.3 എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഇതും നമുക്ക് എറർ കാണിക്കും. കാരണം ഇവിടെ 5.3 എന്ന് നമുക്ക് എഴുതാനൊക്കത്തില്ല. കാരണം ഇത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടേണ്ട ആൻസർ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു ന്യൂമറിക്കൽ വാല്യൂ തന്നെ ആയിരിക്കണം. ഈ എക്സ് എന്ന് പറയുന്നത് ഇൻറ്റീജർ ഡാറ്റ ടൈപ്പിലുള്ള വേരിയബിൾ തന്നെ ആയിരിക്കും. അപ്പോൾ ഈ 5.3 എന്നുള്ളത് അതൊരു ഫ്ലോട്ട് ഡാറ്റ ടൈപ്പിലുള്ള ഒരു വാല്യൂ ആണ്. 5.3 എന്ന് ഇടാൻ പറ്റത്തില്ല, 5 എന്നൊക്കെ കൊടുക്കാനൊക്കത്തുള്ളൂ. അപ്പോൾ ഇൻറ്റീജർ വാല്യൂസ് മാത്രമേ ഇത് നമുക്ക് ഇതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്യാനൊക്കത്തുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ക്യാരക്ടർ ഡാറ്റ ടൈപ്പിലുള്ള വേരിയബിൾസിനെ ഇതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്യാനൊക്കും. ഇവിടെ ഇപ്പോൾ നോക്കാം, ഈ എക്സ് എന്ന് പറയുന്ന ക്യാരക്ടർ ഡാറ്റ ടൈപ്പിലാണ് ഞാൻ ഇവിടെ ക്രിയേറ്റ് ചെയ്തത്. എന്നിട്ട് എൻ്റർ എ ക്യാരക്ടർ എന്ന് ഞാൻ ഇവിടെ ചോദിക്കുന്നു. അപ്പോൾ ആ സമയത്ത് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന ക്യാരക്ടറിനെ %c എന്ന ആ ഒരു സ്കാനഫിൽ %c എന്ന സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ചാണ് എക്സ് എന്ന് പറയുന്ന ക്യാരക്ടറിലോട്ട് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ക്യാരക്ടറായിട്ടാണ് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുന്ന ക്യാരക്ടർ സ്റ്റോർ ചെയ്യുന്നത്. എന്നിട്ട് അതിനെ ബേസ് ചെയ്ത് നമുക്ക് കേസ് ഓരോന്നായിട്ട് സെലക്ട് ചെയ്യാനൊക്കും. ഈ എക്സ് എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ എക്സിൽ എന്ത് വാല്യൂ ആണോ സ്റ്റോർ ചെയ്യുന്നത് അതിനെ ബേസ് ചെയ്ത് നമുക്കിവിടെ സെലക്ട് ചെയ്യാനൊക്കും. അപ്പോൾ ഈ എക്സ് എന്ന് പറഞ്ഞാൽ ക്യാരക്ടർ ഡാറ്റ ടൈപ്പിലുള്ള വേരിയബിളാണ്. അപ്പോൾ അതിൻ്റെ അത് സ്റ്റോർ ചെയ്യുന്നത് പറഞ്ഞാൽ ക്യാരക്ടർ വാല്യൂ ആണ് നമ്മൾ അതിൻ്റെ അത് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ ഇങ്ങനെ വേണം, ഈ സിംഗിൾ കോട്ട്സിൻ്റെ അകത്തിട്ട് വേണം നമ്മളുടെ കേസിൽ അതവിടെ എഴുതാനായിട്ട്. കേസ് കോളൻ ഇട്ടിട്ട്, ഡബിൾ കോട്ട്സ് അല്ല, സിംഗിൾ കോട്ട്സിൻ്റെ അകത്ത് എന്നും സിംഗിൾ കോട്ട്സിനകത്ത് ബി എന്നും സിംഗിൾ കോട്ട്സിനകത്ത് 1 എന്നും. ഈ 1 എന്ന് പറഞ്ഞാൽ അതൊരു ന്യൂമറിക്കൽ വാല്യൂ അല്ല, അതൊരു ക്യാരക്ടറാണ്. ക്യാരക്ടറായിട്ടാണ് ഈ 1 അവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് സിംഗിൾ കോട്ട്സിൻ്റെ അകത്ത്. അപ്പം ക്യാരക്ടർ ഡാറ്റ ടൈപ്പ് അല്ലെങ്കിൽ ക്യാരക്ടർ ഡാറ്റയാണ് കേസിൻ്റെ അകത്ത് റെപ്രസെൻറ്റ് ചെയ്യുന്നതെങ്കിൽ സിംഗിൾ കോട്ട്സിൽ വേണം നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാൻ. അപ്പോൾ ഇതൊക്കെയാണ് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റിലുള്ള ഒരിത്. അപ്പോൾ ഈ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ച് നമുക്കൊരു 1-2 പ്രോഗ്രാം കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അത് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.